ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മിൽമയിലും സംസ്ഥാന ശിശുക്ഷേമ സമിതിക്ക് കീഴിലും സർക്കാർ ആയുർവേദ കോളേജിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. അടിസ്ഥാന യോഗ്യത വരുന്നത് 10ാം ക്ലാസ് ആണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം മിൽമയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. തിരുവനന്തപുരം മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ പത്തനംതിട്ട ഡയറിയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം. ഇൻ്റർവ്യൂ നടക്കുന്നത് 10/9/2025 രാവിലെ 10 മുതൽ 11 മണി വരെയാണ്. ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് SLC പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ആൻഡ് ഹെവി മോട്ടോർ വെഹിക്കിൾസിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസ് ഡ്രൈവിങ്ങിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. പ്രായപരിധി വരുന്നത് 40 വയസ്സ് വരെയാണ്. പ്രതിമാസ വേതനം 22,000 രൂപയാണ് ലഭിക്കുന്നത്. 179 ദിവസത്തേക്കുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. പത്തനംതിട്ട ഡയറിയിലാണ് ഒഴിവ് വന്നിരിക്കുന്നത്. SC/ST OBC വിഭാഗക്കാർക്കൊക്കെ അതിൻ്റേതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം പത്തനംതിട്ട തട്ടയിലുള്ള മിൽമ ഡയറിയിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. നിശ്ചിത സമയത്തിന് ശേഷം വരുന്ന ഉദ്യോഗാർത്ഥികളെ ഇൻ്റർവ്യൂവിന് പരിഗണിക്കുന്നതല്ല. മുൻപ് TRCMPUവിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഡയറിയിൽ ഇതേ തസ്തികയിൽ 3 വർഷം ജോലി നോക്കിയിട്ടുള്ളവർ ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രി വികസന സമിതി മുഖേന താൽക്കാലികമായി ദിവസവേതന അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിൽ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ഇലക്ട്രീഷ്യൻ ട്രെയിനി, OP ടിക്കറ്റ് റൈറ്റർ, സോണോളജിസ്റ്റ്, സെക്യൂരിറ്റി മെയിൽ തസ്തികകളിലാണ് നിയമനം. ഇലക്ട്രീഷ്യൻ ട്രെയിനി സെപ്റ്റംബർ 9-നും OP ടിക്കറ്റ് റൈറ്റർ സെപ്റ്റംബർ 10-ന്, സോണോളജിസ്റ്റ് 12-ന്, സെക്യൂരിറ്റി സെപ്റ്റംബർ 11 എന്നിങ്ങനെയാണ് ഇൻ്റർവ്യൂ തീയതി വരുന്നത്. താല്പര്യമുള്ളവർ നിങ്ങളുടെ വയസ്സ്, യോഗ്യത, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പുകളും ബയോഡേറ്റ സഹിതം ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവണം. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ തീയതിയിൽ 45 വയസ്സ് കവിയരുത്. അടുത്തത് ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റിൽ സ്കോളർഷിപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നതിനുള്ള വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. സയൻസ് അല്ലെങ്കിൽ ആർട്സ് അല്ലെങ്കിൽ കൊമേഴ്സ് വിഷയത്തിലെ 3 വർഷ സർവകലാശാല ബിരുദവും ഗവൺമെൻറ് അംഗീകരിച്ച പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യോഗ്യതയുള്ളവരും ഏതെങ്കിലും സർക്കാർ വകുപ്പുകളിൽ 1 വർഷത്തിൽ കുറയാതെ പ്രവൃത്തി പരിചയമുള്ളവരും പ്രായപരിധി 36 വയസ്സ് കഴിഞ്ഞിട്ടില്ലാത്തതുമായ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെയും മാർക്ക് ഷീറ്റുകളുടെയും ഒറിജിനൽ എന്നിവ സഹിതം സെപ്റ്റംബർ 10-ന് രാവിലെ 10:30-ന് തിരുവനന്തപുരം മേലെ തമ്പാനൂർ സംസ്ഥാന ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രത്തിൽ എത്തിച്ചേരേണ്ടതാണ്. അടുത്തത് സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ കീഴിലുള്ള തിരുവനന്തപുരം ദത്തെടുക്കൽ കേന്ദ്രത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ കെയർ ടേക്കേഴ്സിനെ ആവശ്യമുണ്ട്. മതിയായ യോഗ്യതയും സേവന തൽപരതയുമുള്ള വനിതകൾ നേരിട്ട് സെപ്റ്റംബർ 10-ന് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ മിനിമം +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പാസ്സായ 28-നും 42 വയസ്സിനുള്ളിൽ പ്രായമുള്ളവരും കുട്ടികളുടെ പരിചരണ രംഗത്ത് പ്രവർത്തന പരിചയമുള്ളവരുമായിരിക്കണം. സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം ചൈൽഡ് ലിറ്റിൽ പ്ലാനറ്റ് ദത്തെടുക്കൽ കേന്ദ്രം, സംസ്ഥാന ശിശുക്ഷേമ സമിതി, തൈക്കാട്, തിരുവനന്തപുരം എന്ന മേൽവിലാസത്തിൽ രാവിലെ 10-ന് എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ ദ്വാരകയിലെ മാനന്തവാടി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഗസ്റ്റ് ലെക്ചറർ തസ്തികയിലേക്കും ട്രേഡ് ടെക്നീഷ്യൻ ലാബ് തസ്തികയിലേക്കും ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. ലെക്ചറർ തസ്തികയിലേക്ക് ബന്ധപ്പെട്ട ബ്രാഞ്ചിൽ 1ാം ക്ലാസ് BTech ബിരുദവും ട്രേഡ് ടെക്നീഷ്യൻ തസ്തികയിൽ ബന്ധപ്പെട്ട ട്രേഡിൽ THSLC അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ KGCE അല്ലെങ്കിൽ NTC അല്ലെങ്കിൽ VHSC ആണ് യോഗ്യത വരുന്നത്. യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളുമായി സെപ്റ്റംബർ 9-ന് രാവിലെ 10 മണിക്ക് കോളേജ് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി പൂമലയിലുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്ക് പെർഫോമിംഗ് ആർട്സ്, വിഷ്വൽ ആർട്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നീ വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നുണ്ട്.
മണിക്കൂറിന് 600 രൂപ നിരക്കിലാണ് വേതനം. വിദ്യാഭ്യാസ യോഗ്യത, പ്രായോഗിക പരിജ്ഞാന യോഗ്യതകൾ എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങളും അവയുടെ പകർപ്പുകളും സഹിതം സെപ്റ്റംബർ 9 രാവിലെ 11 മണിക്ക് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി ഗവൺമെൻറ് ITIയിൽ ഇലക്ട്രോപ്ലേറ്റർ, പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് ഓപ്പറേറ്റർ, പെയിൻറ്റർ എന്നീ ട്രേഡുകളിൽ ജൂനിയർ ഇൻസ്ട്രക്ടറുടെ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം സെപ്റ്റംബർ 11 രാവിലെ 11 മണിക്ക് കളമശ്ശേരി ITIയിൽ ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.